Honorable Chief Minister of Kerala, Ministers of the State Government, Leader of Opposition, Deputy LOP Shri Kunyali Kutty, all officials of the State Government and dignitaries present on stage, respected brothers and sisters who have suffered from the destruction of the landslide, and everyone else present here at the meeting today. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും അടക്കം വേദിയിലിരിക്കുന്ന ഏറ്റവും വിശിഷ്ട വ്യക്തികൾ, ഈ ദുരന്തത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്ത ഫലം അനുഭവിച്ച നമ്മുടെ പ്രിയങ്കരായ സഹോദരി സഹോദരന്മാർ, അതുപോലെ തന്നെ ഈ യോഗത്തിനെത്തിയിരിക്കുന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെ സഹോദരി സഹോദരന്മാർ. When we think of my sisters and brothers, what you went through in Churalmala and Mundakai, two things come to mind. ഈ ചൂരൽമലയിലും മുണ്ടകയിലെയും ദുരന്തബാധിതരെ കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. The first is the sheer sense of loss, the devastation that all of us saw when we came here soon after the tragedy struck. ഒന്ന്, നമ്മളിവിടെ ആ ദുരന്തത്തിന് ശേഷം എത്തിയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന നഷ്ടങ്ങളുടെയും ദുരന്തത്തിൻ്റെ വ്യാപ്തിയും ആണ് നമ്മൾ ഒന്ന് ഇത് ചെയ്തിരിക്കുന്നത്. The immeasurable losses that you suffered. നമുക്ക് അളക്കാൻ കഴിയാത്ത രീതിയിൽ അത്രമാത്രം വലിയ ഒരു നഷ്ടമാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായത്. And the second, which was equally apparent at that time of great suffering and pain, was the way, the dignity and the strength with which you helped each other, with which you came out, no matter what your situation was, no matter which party you belong to, which religion you belong to, which caste you belong to, what your financial situation was, how you all stood together in the face of that tragedy. രണ്ടാമത്തേത്, ആ തീരാ ദുഃഖത്തിൻ്റെയും ദുരന്തങ്ങളുടെയും ഇടയിൽ ബഹുമാന്യതയും അതുപോലെ തന്നെ നമ്മുടെ അഭിമാനവും ഉയർത്തിപ്പിടിച്ച് നമ്മുടെ ജനങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് വന്നതാണ്. നമ്മൾ ഏത് കുടുംബ സാഹചര്യത്തിൽ നിന്ന് വന്നവരാണെങ്കിലും, പാവപ്പെട്ടവനോ പണക്കാരനോ ഒന്നും വ്യത്യാസമില്ലാതെ, ഏത് രാഷ്ട്രീയ പാർട്ടിയെന്ന് വ്യത്യാസമില്ലാതെ, മതത്തിൻ്റെയും ജാതിയുടെയും ഒന്നും വ്യത്യാസമില്ലാതെ ആ ദുരന്തത്തെ മറികടക്കാൻ നമ്മൾ ഒരുമിച്ച് വന്നതാണ് രണ്ടാമത്തെ കാര്യം. So on one side was the destruction and devastation that you saw, and on the other side was the strength and the greatness of the human spirit. അതുകൊണ്ട് ഒരു വശത്ത് നമ്മൾ ദുരന്തത്തിൻ്റെയും തകർച്ചയുടെയും എല്ലാം വ്യാപ്തിയായിരുന്നെങ്കിൽ, മറുവശത്ത് നമ്മൾ അത് അതിജീവിക്കുന്നതിൻ്റെ നമ്മുടെ ഒരുമയുടെ ഉദാഹരണമായിരുന്നു അത്. And so today, as this township is being inaugurated, it is a solemn occasion for all of us. അതുകൊണ്ട് ഇന്ന് ഈ ടൗൺഷിപ്പ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും മഹനീയമായ ഒരു ചടങ്ങായി ഇത് മാറുകയാണ്. It is an occasion to remember all those who are no longer here with us. ഈ അവസരം, ഈ ചടങ്ങ് നമ്മുടെ കൂടെ ഒന്നും ഇല്ലാതെയായി മാറിയ ആൾക്കാരെ ഓർക്കുന്നതിന് വേണ്ടിയുള്ള സമയം കൂടിയാണ്. What you have been through is immense. നിങ്ങൾ കടന്നുപോയത് നമുക്ക് പറയാൻ കഴിയാത്ത വളരെ വലിയ ഒരു ദുരന്തമാണ്. You have lost those who wove the fabric of your lives. നിങ്ങൾ ആ ജീവിതത്തിന്റെ, നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ജീവിതത്തിന്റെ നെയ്ത മനുഷ്യരാണ്. Fathers, mothers, children, grandmothers, grandfathers, best friends, colleagues. അച്ഛൻ, മക്കൾ, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ കുടുംബാംഗങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ, അവരെല്ലാം നഷ്ടപ്പെട്ടവരാണ്. You have not just been displaced. It is your entire lives that got washed away. Your businesses, the work that you did, everything. നിങ്ങളുടെ ബിസിനസ്സുകൾ, നിങ്ങളുടെ വ്യാപാരങ്ങൾ, നിങ്ങൾ ചെയ്തിരുന്ന പ്രവൃത്തികൾ, അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബങ്ങൾ, എല്ലാത്തിനും നമ്മൾക്ക് നഷ്ടപ്പെട്ടു. Homes and schools. വീടുകൾ, അതുപോലെ തന്നെ വിദ്യാലയങ്ങൾ. And so when we talk about compensation, even all of us sitting here on stage are fully aware that nothing can actually compensate you for what you have been through, for your pain, for your suffering, and for the people and for the things that you have lost. അതുകൊണ്ട് നഷ്ടപരിഹാരത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ വേദിയിൽ ഇരിക്കുന്നവർ തന്നെ എല്ലാവരും അതിനെക്കുറിച്ച് ബോധവാന്മാരാണ്. നിങ്ങൾക്ക് വന്ന നഷ്ടം, നിങ്ങൾ വരുന്ന നഷ്ടങ്ങൾ എത്രമാത്രം വലുതാണ് എന്ന് തിരിച്ചറിയുന്നുണ്ട്. But just like you take heart from each other, from your community, and from the spirit that you showed at the time and you continue to show,
all of us also take heart. And we try in each way, everyone in their own way, to do whatever we can to support you, to try to rebuild your lives, and to show you at least that there is hope in the future. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും എല്ലാവരും ഈ സമൂഹത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമ്മൾ അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾ തന്നെ സ്വയം നിങ്ങൾ തമ്മിൽ സൗഹാർദ്ദത്തോടുകൂടി നടത്തുന്ന പ്രവർത്തനങ്ങൾ, അതുകൂടാതെ നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളും ആ ദിശയിലേക്കാണ്. This township is a first and extremely important step towards showing you that hope and towards rebuilding your lives. ഈ ടൗൺഷിപ്പ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പുനരധിവാസ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തുന്നതിനും നിങ്ങളെ ഒരുമിപ്പിച്ച് കൊണ്ടുവരുന്നതിനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്പാണ്. I am happy to hear the Honorable Chief Minister say that the work on it will be completed in a timely fashion. ഞാൻ ഇവിടെ ഈ സമയബന്ധിതമായി ഈ പ്രവർത്തനം ഇവിടെ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിന് എനിക്ക് വലിയ സന്തോഷമുണ്ട്. I am sure that some of the issues regarding some beneficiaries who might have been left out will also be looked at. അതുപോലെ തന്നെ ഈ നമ്മുടെ ഗുണഭോക്താക്കൾ, ഇതിനകത്ത് ദുരന്തബാധിതരായിട്ടുള്ളവർ കുറച്ചെങ്കിലും ചിലരെങ്കിലും പേര് വിട്ടുപോയിട്ടുള്ളവരുണ്ടെങ്കിൽ അത് സംബന്ധിച്ചും പരിശോധിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. And as my colleague said, funds for health are required urgently. അതുപോലെ തന്നെ ഇവിടെ ഞങ്ങളുടെ സഹപ്രവർത്തകർ പറഞ്ഞ പോലെ പണം ഇതിന് ഏറ്റവും അടിയന്തരമായി ലഭ്യമാക്കേണ്ടതുണ്ട്. And also many people who took loans in the aftermath of the tragedy that are unable to repay those loans may need assistance. I hope that they will also be looked at favorably. അതുപോലെ തന്നെ ഈ ദുരന്തത്തിന് ശേഷവും അവർക്ക് നിലനിൽക്കുന്നതിന് വേണ്ടി വായ്പയെടുത്തവരുണ്ട്, അവർക്ക് തിരിച്ചടയ്ക്കാൻ കഴിയാത്തവരുണ്ട്. അവരുടെ പ്രശ്നങ്ങളും വലുതാണ്, അതും ശ്രദ്ധിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്നു. I think every speaker mentioned how we all worked unitedly at the time of the tragedy and have continued after that unitedly to press upon the central government to release more funds, to declare it a national tragedy, a disaster. However, none of this has been forthcoming. ഇവിടെ സംസാരിച്ച എല്ലാവരും ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞത് ഒരുമിച്ച് നിന്ന് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ചായിരുന്നു. ഇവിടെ സംബന്ധിച്ച് ഒരുമിച്ചുണ്ടായിരുന്ന പ്രവർത്തനം നമുക്ക് കേന്ദ്രത്തിലും സർക്കാരിന് മുന്നിലും നമുക്ക് നടത്താൻ സാധിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് അതിതീവ്ര ദുരന്തമായിട്ട് ഇത് പ്രഖ്യാപിക്കാൻ സാധിച്ചു. പക്ഷേ എങ്കിലും പണം ലഭിക്കാത്ത പ്രശ്നമുണ്ട്. Despite all our efforts, assistance from the central government side, and despite Modi ji coming here, that assistance has been negligible. നമ്മൾ നടത്തിയ ശ്രമങ്ങൾക്കെല്ലാം ഒടുവിലും കേന്ദ്രത്തിൽ നിന്ന് പണം ലഭ്യമാവുന്നതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇവിടെ എത്തിയതിനു ശേഷവും അത്തരത്തിലൊരു നടപടി ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്.